ഹായ്, ഞാൻ സഫ്ന. ഞാൻ ലാസ്റ്റ് ടൈം വീഡിയോ ചെയ്ത സമയത്ത് എൻ്റെ UAE ഞാൻ വന്നപ്പോൾ എങ്ങനെയൊക്കെയാണ് ജോബ് അപ്ലൈ ചെയ്തത്, എൻ്റെ വർക്ക് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഇവിടെ ജോബ് നോക്കിയതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒക്കെ മുന്നേ ഞാൻ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ +2 വരെ നാട്ടിലാണ് പഠിച്ചത്. നാട്ടിൽ പഠിച്ചു. അത് കഴിഞ്ഞ ശേഷമാണ് ഡൽഹിയിലോട്ട് +2 കഴിഞ്ഞപ്പോഴത്തേനും ഡൽഹിയിൽ DUവിൽ അഡ്മിഷൻ കിട്ടി, സാക്കിർ ഹുസൈൻ കോളേജിൽ. അപ്പോൾ അവിടെ ഇംഗ്ലീഷും പൊളിറ്റിക്കൽ സയൻസ് ആയിരുന്നു. അത് കോഴ്സ് അവിടെ പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ലോക്ക്ഡൗൺ തുടങ്ങിയല്ലോ. ലോക്ക്ഡൗൺ 2019 ബാച്ചാണ് ഞാൻ. ലോക്ക്ഡൗൺ തുടങ്ങി. പിന്നെ ലോക്ക്ഡൗണിൽ നാട്ടിൽ പോയി. നാട്ടിൽ നിന്ന് തിരിച്ച് വന്ന സമയത്ത് നമ്മളിങ്ങനെ ഒരു മ്യൂച്വൽ ഫ്രണ്ട് ഉണ്ടായി. അപ്പോൾ മൂപ്പര് ഹിമാചലാണ്. അപ്പോൾ മൂപ്പര് ത്രൂ അവിടുത്തെ ഡീറ്റെയിൽസൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് ഞാൻ ഇതുപോലെ ഹിമാചലിൽ പോയി കുറേ അവിടെ നിന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് കൂടുതൽ ഓൺലൈനായിരുന്നു, ക്ലാസ്സും എക്സാമൊക്കെ ഓൺലൈനായിരുന്നു. അപ്പോൾ അതൊക്കെ അറ്റൻഡ് ചെയ്ത് അവിടെ നിന്ന് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ഡിഗ്രി കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും ഇനി മാസ്റ്റേഴ്സ് എടുക്കാമെന്നൊക്കെ വിചാരിച്ചു. മാസ്റ്റേഴ്സിനിങ്ങനെ നോർത്ത് ഇന്ത്യയിൽ തന്നെ, പക്ഷേ നോർത്ത് ഇന്ത്യ ഡൽഹി പോലെയുള്ള സ്ഥലം അല്ലാത്തൊരു സ്റ്റേറ്റ് അപ്ലൈ ചെയ്ത് തുടങ്ങി. ഇപ്പോൾ ഹിമാചൽ, രാജസ്ഥാൻ അല്ലെങ്കിൽ കശ്മീരൊക്കെ അപ്ലൈ ചെയ്തു. എന്നിട്ട് കശ്മീരാണ് എനിക്ക് ഫസ്റ്റ് അഡ്മിഷൻ കിട്ടുന്നത്. അതായത് കൺവേർജൻ ജേർണലിസം എന്നുള്ള കോഴ്സാണ്. അപ്പോൾ അവിടെ അഡ്മിഷൻ കിട്ടുന്നു, അവിടെ ജോയിൻ ചെയ്തു. അങ്ങനെ പിന്നെയും ഒരു വിൻ്റർ ഹിമാലയാസിലുള്ളൊരു നല്ല ജീവിതമായിരുന്നു അവിടെ നിന്ന് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. അവിടെ കോഴ്സിൽ നമുക്ക് ലാസ്റ്റ് സെം ആകുമ്പോഴത്തേന് നമുക്ക് ഒരു സ്പെഷ്യലൈസേഷൻ ചൂസ് ചെയ്യാം. നമുക്ക് വീഡിയോഗ്രാഫി വേണോ ഫോട്ടോ ആണോ എന്താണോ എന്നുള്ളത്. അതിൽ ഞാൻ ഫോട്ടോ ജേർണലിസമാണ് എടുത്തത്. അപ്പോൾ ഞാൻ അതിലാണിപ്പോൾ പാസ് ഔട്ടായിട്ട് കൺവേർജൻ ജേർണലിസം പഠിച്ചിട്ടാണ് മാസ്റ്റേഴ്സ് കഴിഞ്ഞ് നിൽക്കുന്നത്. അപ്പം എൻ്റെ ഒരു +2 കാലഘട്ടത്തിന് ശേഷം എൻ്റെ ലൈഫിൽ എല്ലാ ചേഞ്ചസും നടക്കുന്നത് +2 കഴിഞ്ഞ് നാട്ടിൽ നിന്ന് പോയതിന് ശേഷമാണ്. അപ്പോൾ അതുവരെ അത്രയും സൈലൻ്റ് ആയിരുന്ന അല്ലെങ്കിൽ ആൾക്കാരുടെ അടുത്ത് സംസാരിക്കാതിരുന്ന ഞാൻ പിന്നെ ഡൽഹിയിലെത്തിയ ശേഷമാണ് നല്ല രീതിയിൽ ചേഞ്ച് വരുന്നത്. ആൾക്കാരോട് ഫേസ് ചെയ്ത് സംസാരിക്കാൻ, സ്റ്റേജ് ഫിയർ ഇത്രയും കുറഞ്ഞില്ല എന്നൊന്നും, പക്ഷേ സ്റ്റിൽ അവിടെ നിന്നാണ് ഒരു ലൈഫിൽ വലിയൊരു ചേഞ്ച് വന്നു തുടങ്ങുന്നത്. അപ്പോൾ സ്കൂൾ ടൈമിലൊക്കെ ആണെങ്കിൽ ഞാൻ ഭയങ്കര സൈലൻറ്റ് ഷൈ ആയിട്ടുള്ളൊരു പേഴ്സണാണ്. അപ്പോൾ ഞാൻ 7th വരെ ഒരു ഗവൺമെൻറ് സ്കൂൾ പഠിക്കുമ്പോൾ അവിടെ ഒരു സാറുണ്ട്. അപ്പം എനിക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയില്ല. എന്നിട്ട് ഈ സാറിൻ്റെ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് കുട്ടികളുണ്ട്, 2-3 കുട്ടികൾ. നമ്മളിങ്ങനെ നിലത്തിരിക്കും. അധിക ദിവസം പണിഷ്മെൻ്റായിട്ട് നമ്മൾ നിലത്തിരിക്കും. അപ്പോൾ ആ ക്ലാസ്സിൽ എനിക്ക് ഇപ്പോൾ ഓർമ്മയുള്ളൊരു കാര്യം, നമ്മളടുത്ത് സാർ ഒരു തവണ ഈ പ്ലെഡ്ജ് സ്ലോഗൻ എഴുതാൻ പറഞ്ഞു. എന്തോ ഒരു പ്രത്യേക ദിവസം എന്തോ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സ്ലോഗൻ എഴുതാൻ പറഞ്ഞു. ഞാൻ എന്നിട്ട് നെക്സ്റ്റ് ഡേ അത് എഴുതി വന്നു. ഹോംവർക്കിൽ നമ്മൾ അത് എഴുതി വന്നിട്ട് സാർ ഇങ്ങനെ 1 by 1 ആയിട്ട് വിളിക്കുമല്ലോ. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരെ വിളിച്ചു. എൻ്റെ ഒരു ഇതിലേക്ക് എത്തിയപ്പോൾ ഞാൻ എണീറ്റ് നിന്നിട്ട് മൂപ്പരിൻ്റെ അടുത്ത് ബിഹേവ് ചെയ്യുന്ന എല്ലാ രീതിയും മനസ്സിലിങ്ങനെ വെച്ചിട്ട് ചീത്ത പറയുന്ന രംഗം, സീൻസൊക്കെ ഇങ്ങനെ ഓർമ്മിച്ചെടുത്തിട്ട് ഞാൻ പറഞ്ഞു ഞാൻ എഴുതിയില്ല. അതായത് പറഞ്ഞിട്ട് തെറ്റിയാൽ മൂപ്പര് കളിയാക്കുന്ന വിചാരിച്ചിട്ടും കൂടുതൽ ചീത്ത കിട്ടുന്നുള്ളത് കൊണ്ടും ഞാനതൊന്നും പറയാതെ ഞാൻ എഴുതിയില്ല എന്ന് പറഞ്ഞു. ശരിക്കും ഞാൻ എവിടെയൊക്കെ നോക്കിയിട്ട് എഴുതി വെച്ചു. ഏതൊക്കെയോ ഫോണിലോ നോട്ടിലൊക്കെ നോക്കിയിട്ട് എന്തോ എഴുതി വെച്ചായിരുന്നു. അപ്പോൾ എൻ്റെ സൈഡിൽ ഇപ്പുറത്തിരിക്കുന്ന കുട്ടി ഇങ്ങനെ റീഡ് ചെയ്യാൻ തുടങ്ങി. ആളെടുത്തോട്ട് പാസ് ചെയ്തു. ഞാൻ നിൽക്കുവാണ്, പണിഷ്മെൻ്റ് ആണല്ലോ, എഴുതാത്തത് കൊണ്ട് നിൽക്കുകയെന്ന് പറഞ്ഞു. എന്നിട്ട് ഈ അടുത്ത കുട്ടി ഇത് വായിക്കുന്ന സമയത്ത് ആൾ വായിച്ചപ്പോൾ എല്ലാവരും കൈയടിക്കുന്നു, ഫുൾ പ്രോത്സാഹനം കിട്ടുന്നു. അപ്പം അതായത് ആ സാധനം എന്താണെന്ന് വെച്ചാൽ അന്ന് കുട്ടി എഴുതിയതും ഞാൻ എഴുതിയ സ്ലോഗനിലുണ്ടായിരുന്ന 2ാമത്തെ പോയിന്റ് സെയിം ആയിരുന്നു. അതായത് ബ്ലാക്ക് ഓർ വൈറ്റ്, ബ്ലഡ് ഈസ് റെഡ് എന്നാണ് അന്ന് എഴുതിയത്. അതെനിക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ടാവാൻ കാരണം അന്നത്തെ ആ ഒരു ഇൻസിഡൻറ്റ് എപ്പോഴും ഞാൻ മനസ്സിലുണ്ട്. അതായത് നമ്മൾ ചില സമയത്ത് ചിലപ്പം പറയണ്ട അല്ലെങ്കിൽ ഇതാക്കണ്ടെന്ന് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്നൊരു നഷ്ടമുണ്ടല്ലോ. അന്നിപ്പോൾ ആ കുട്ടി വായിച്ച പോലെ ഞാനും വായിക്കുവാണെങ്കിൽ ചിലപ്പോൾ എനിക്കും അതേ പ്രോത്സാഹനം കിട്ടും. പക്ഷേ അന്നത്തെ ആ സാറിൻ്റെ ഒരു ഇത് വെച്ചിട്ട് ചിലപ്പോൾ നല്ല രീതിയിലാവണമെന്നില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ആ ഒരു ഇൻസിഡൻ്റൊക്കെ ഉണ്ടാവുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ട് അത്രയും സ്കൂളിൽ പഠനത്തിൽ ബാഡ് സ്റ്റുഡൻ്റായിട്ടുണ്ടായിരുന്ന ഞാൻ പിന്നീട് ഇങ്ങനെ ഒരു വല്ലാത്തൊരു ചേഞ്ചിലേക്ക് എത്തിയത് കുറേ സമയമെടുത്തു. എന്നിട്ടാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ചേഞ്ചിലേക്ക് വന്നു. അപ്പോൾ അങ്ങനെ സ്കൂൾ ടൈമിൽ ഇംഗ്ലീഷിൽ അത്രയും വീക്കായിരുന്നു ഞാൻ. പിന്നീട് അവിടെ നിന്ന് 7th കഴിഞ്ഞു. പിന്നെ ഗേൾസ് സ്കൂളിലാണ് പഠിച്ചത്. ഗേൾസ് സ്കൂൾ പഠിച്ചു. അത് കഴിഞ്ഞ്
അവിടെ തന്നെ 12th വരെ ഗേൾസ് സ്കൂളാണ്. 12th കഴിഞ്ഞിട്ട് ഇങ്ങനെ എൻ്റെ ഉമ്മയാണ് ഇങ്ങനെ യൂണിവേഴ്സിറ്റി നോക്കി യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യാനും എല്ലാത്തിനും ഉമ്മയാണ് നിൽക്കുന്നത്. എന്നിട്ട് ഉമ്മ പറഞ്ഞിട്ടാണ് പുറത്തോട്ട് പോകുന്നത്. അങ്ങനെ പുറത്തോട്ട് പോയി. അത് കഴിഞ്ഞ് അവിടെ ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടി. ആ സമയത്ത് ഞാൻ എന്നിട്ട് ഈ സാറെ വിളിച്ചു. ഈ സാറുടെ അടുത്തു നിന്നാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ചീത്ത കിട്ടിയത്, ഇംഗ്ലീഷ് അറിയാത്തതിനെല്ലാത്തിനും. സാറ് വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചിങ്ങനെ പറഞ്ഞു. അപ്പോൾ സാറ് ചെയ്ത കോഴ്സ് എടുത്തത് എന്താണ് വിശേഷം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇംഗ്ലീഷും പൊളിറ്റിക്കൽ സയൻസാണ്. അപ്പം നമുക്ക് ഭയങ്കര സന്തോഷം, എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ വിളിച്ചിട്ട് പറയാൻ പറ്റില്ല. നമ്മളിങ്ങനെ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഞാൻ കുറേ കാലം കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യാത്ത എൻ്റെ ഒരു എന്താ പറയുക വീക്ക് എന്തായിരുന്നു അതേ സാധനം പിന്നീട് കുറച്ച് വർഷം കഴിഞ്ഞപ്പോൾ നേടിയെടുക്കുക എന്നുള്ളൊരു സ്റ്റേജിൽ ഇപ്പം ഇംഗ്ലീഷ് സംസാരിക്കുക അല്ലെങ്കിൽ ആൾക്കാർ മുന്നിൽ നിന്ന് സംസാരിക്കുക എന്ന് പറയുന്നത് എനിക്കൊരു പ്രശ്നമേ അല്ലാത്ത രീതിയിലാണ്. അതായത് അത്രയും മാറ്റിയെടുക്കുക എന്ന് പറയുമ്പോൾ ഞാൻ തനിയെ മാറിയെന്നല്ല, നമ്മുടെ ഈ പിയർ ഗ്രൂപ്പ്, ഫാമിലി, എല്ലാ സാധനവും ഇതിൽ ഇൻവോൾവ്ഡാണ്. നമ്മുടെ ഫോൺ, നമ്മൾ യൂസ് ചെയ്യുന്ന മീഡിയ ചാനൽ എല്ലാം ഇതിൽ ഒരു ഭാഗമാണ്. എല്ലാത്തിനും പങ്കുണ്ടാവും. അപ്പം ഈ ഒരു ജേണിയിൽ ഇപ്പോൾ എന്നെ മോട്ടിവേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഭയങ്കര സപ്പോർട്ടീവായിട്ട് നിന്ന ഇപ്പോൾ എൻ്റെ ഉമ്മ, ഫസ്റ്റ് ഉമ്മ, പിന്നെ കുറേ നല്ല ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കുറേ സ്ട്രഗ്ലിങ് പീരീഡ് സ്കൂൾ ടൈമിലൊക്കെ കഴിഞ്ഞിട്ടാണ് ഒരു നല്ലൊരു എഡ്യൂക്കേഷൻ ഡൽഹിയിൽ നിന്ന് കിട്ടുന്നു. അത് കഴിഞ്ഞിട്ട് കശ്മീരിലുള്ള ഒരു ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റുന്നു. അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ ഒരു വർക്ക് ലൈഫിലേക്ക് ഞാനിപ്പോൾ വന്നിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ജേണി സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇനി പിന്നെ പറയാനുള്ളത്, എൻ്റെ ഇവിടെ വന്നപ്പോൾ ഞാൻ ജോയിൻ ചെയ്ത കമ്പനി, ഫസ്റ്റ് കമ്പനി, ആ കമ്പനിയിൽ നിന്ന് ഞാൻ റിസൈൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഞാനത് നെക്സ്റ്റ് ടൈം അത് പറയാം, എന്തായിരുന്നു കമ്പനിയുടെ അവസ്ഥ, അല്ലെങ്കിൽ അവിടെ എങ്ങനെയായിരുന്നു, പിന്നെ ദുബായിൽ ഉണ്ടാകുന്ന സ്കാംസ് എന്തൊക്കെയാണ്, ഇങ്ങനെയൊക്കെ നമുക്കതൊക്കെ ആദ്യമേ അറിഞ്ഞു വെക്കാൻ പറ്റും. അതിനെക്കുറിച്ചിട്ട് അടുത്തതിൽ പറയാം. ഓക്കെ, താങ്ക് യു.